മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ സിനിമയാണ് പ്രേമം. അതിലൂടെ വൈറലായ പാലം. ആ പാലത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മന്ത്രി രാജീവും ഒപ്പം സിജു വിൽസണും ഒക്കെ ആ ഓർമ്മകളൊക്കെ പങ്കുവെച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് താങ്കൾ ഇവിടെ ഈ പാലത്തിലെത്തുന്നത്. എന്ത് തോന്നുന്നു? ആ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? നല്ല രസമുള്ള ഓർമ്മകളാണ്. ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഒരു 10 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ എടുത്ത എഫേർട്ടും ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മയിൽ വരുന്നത്. അപ്പോൾ ഈ സിനിമ പ്രേമം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് ഈ പാലം ലോകമെമ്പാടും രജിസ്റ്റർ ആകുന്നതും അത് കഴിഞ്ഞാണ് ഈ പാലം അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ വരുന്നത്. പാലുകാർക്ക് അക്വഡക്റ്റ് എന്ന് പറയുന്ന പാലം ഭയങ്കര എന്താ പറയുക, എപ്പോഴും മനസ്സിലുള്ളൊരു പാലമാണ്. അപ്പോൾ അത് റെനോവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരു നീണ്ട താരനിരയുടെ മേൽവിലാസം തന്നെ മാറ്റിയ ചിത്രമാണ് പ്രേമം. ആ പ്രേമത്തിന്റെ പേരിലൂടെ ഈ പാലം അറിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പ്രേമം പാലം എന്നാണല്ലോ അറിയപ്പെടുന്നത്. പ്രേമം അത്രത്തോളം ഒരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയൊരു സിനിമയാണ്. അതിലൂടെ തന്നെയാണ് ഒരു ഞങ്ങളും ജനകീയമായെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. ഒരു സിനിമ ഹിറ്റാവുകയും ആ സിനിമയിലൂടെയുള്ള കഥാപാത്രങ്ങളും അതുപോലെ തന്നെ ഇതും ഒരു കഥാപാത്രമായിരുന്നു ഈ പാലവും. അപ്പം അതും ഫേമസ് ആവുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇവിടെ എത്തുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തേക്ക് നോക്കി കാണുന്നത്? രാഷ്ട്രീയത്തെ ഞാൻ എന്താ പറയുക, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവരും നോക്കി കാണുകയാണ്. എല്ലാവരുടെയും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ഞാനും എന്താ പറയുക, ഒരു ജനങ്ങളുടെ സൈഡിൽ നിന്നിട്ടാണ് എന്നെ നോക്കി കാണുന്നത്.